മടവൂരാണെങ്കിലും കോമാട്ടി ചാലിൽ അബ്ദുള്ളയാണെങ്കിലും ലോകം അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ആരെങ്കിലും അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവർ പിടിച്ച് മടിയിലിരുത്തിയാൽ പോലും ഒരു പൂച്ചക്കുട്ടിനെ ഇരുത്തിനെ പോലെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഇവർ. ഇവർക്ക് ഇനി തോന്നിയ പെണ്ണുങ്ങളൊക്കെ കെട്ടണമെങ്കിൽ അള്ളാഹു റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞു വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരിക്കും ഇതിലുള്ളത്. അല്ലാതെ എന്തുദ്ദേശമാണ്, എന്തൊരു ഉപകാരമാണ് നൗഷാദിന് അള്ളാഹു റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞിട്ട് കിട്ടിയത്? കുഴപ്പമില്ലാത്ത പെൺകുട്ടികളുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നൗഷാദ് പറയാണെന്ത്, അവരവിടെ നിന്നോട്ടെ, ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാം. എന്നിട്ട് തൊലാക്ക് ചൊല്ലി കൊടുക്കണം. ആ രീതിയിലേക്ക് മാറണം. ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അള്ളാഹു റസൂലിനെ കുറിച്ച് കളവ് പറയുന്നത് നൗഷാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞാൽ അവന്റെ സ്ഥാനം എന്താണ് ഇസ്ലാമിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നൗഷാദ് ഹസനി തലച്ചോറിന് പകരം തലീകെട്ടും കൊണ്ട് നടന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന ഗൗരവമേറിയ അല്ലെങ്കിൽ പച്ചക്കളവ് പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നൗഷാദ് ഹസനി പറയുന്ന ആ ഗൗരവമേറിയ കളവ് നമുക്കൊന്ന് കേൾക്കാം. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. കേട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരു കളവ് പറയാം, അതും ചെറിയ കളവൊന്നുമല്ല കേട്ടോ. ഇവിടെ നൗഷാദ് ഹസനി പറയുന്ന ഈ ഒരു കളവ് നിങ്ങൾ കേട്ടല്ലോ. ഈ കളവ് ഇവിടെ ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ ജബ്ബാർ നൗഷാദ് ഹസനിയെ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നാലും ഇപ്പോൾ ഞാനത് ഈ ഒരു അവസരത്തിൽ ഞാൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ തകർക്കുന്നത് എന്നുള്ളത് ഈ കളവിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ തിരുത്തുന്നില്ല. എങ്ങനെയാണെങ്കിലും ആരിഫ് ഹുസൈൻ അടങ്ങുന്ന നിരീശ്വരവാദികൾക്ക്, ലിയാഖത്ത് അലിക്കും ജബ്ബാറിനുമെല്ലാം ഇസ്ലാമിനെ എതിർത്ത് പറയാനുള്ള ഒരു അവസരം നൽകുന്നത് ഇവനെ പോലെയുള്ള ആളുകളാണ്. ഒരിക്കൽ കൂടി ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. നൗഷാദ് ഹസൻ ഇങ്ങനെ ചിന്തിക്കാണ്, നൗഷാദിനെ പോലെയാണ് അള്ളാഹുവിന്റെ റസൂല്. സ്റ്റേജ് മുഴുവൻ പോയി പ്രസംഗിച്ചിട്ട് പിരിവ് നടത്തി ജീവിക്കുക, ബക്കറ്റ് പിരിവ് നടത്താൻ ജീവിക്കുക, പെട്ടിപ്പിരിവ് നടത്താൻ ജീവിക്കുക, അല്ലാതെ വേറൊരു പണിയില്ല അള്ളാഹുവിന്റെ റസൂലിന്, കുടുംബം പോറ്റാനും ഇല്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നൗഷാദ്. അല്ലെങ്കിൽ നൗഷാദിന്റെ ഉദ്ദേശം കോമാട്ട് ചാലിൽ അബ്ദുള്ള ലോകം നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭാര്യമാരെയും കൊണ്ടാൽ അവന്റെ അടുത്തേക്ക് ചെന്നാൽ, അല്ലെങ്കിൽ മടവൂരാണെങ്കിലും കോമാട്ടി ചാലിൽ അബ്ദുള്ളയാണെങ്കിലും ലോകം അവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ആരെങ്കിലും അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവർ പിടിച്ച് മടിയിലിരുത്തിയാൽ പോലും ഒരു പൂച്ചക്കുട്ടിനെ ഇരുത്തിനെ പോലെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഇവര്. ഇവർക്ക് ഇനി തോന്നിയ പെണ്ണുങ്ങളൊക്കെ കെട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞു വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരിക്കും ഇതിലുള്ളത്. അല്ലാതെ എന്തുദ്ദേശമാണ്, എന്തൊരു ഉപകാരമാണ് നൗഷാദിന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞിട്ട് കിട്ടിയത്? നൗഷാദ് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ അവനെ പോലെ ഇങ്ങനെ റോഡ് കൂടി നടന്നിങ്ങനെ നോക്കുകയാണ്, ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ വരുന്നുണ്ടോ, കുഴപ്പമില്ലാത്ത പെൺകുട്ടികളുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നൗഷാദ് പറയാണ് എന്ത്, അവരവിടെ നിന്നോട്ടെ, ഞാൻ കെട്ടിക്കോളാം എന്ന് പറയാം. എന്നിട്ട് തൊലാക്ക് ചൊല്ലി കൊടുക്കണം. ആ രീതിയിലേക്ക് മാറണം. ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറയുന്നത് നൗഷാദെ. നീ അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കളവ് പറയണമെങ്കിൽ വേറെ ആരെങ്കിലും എടുത്തോ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറഞ്ഞാൽ എന്താണ് സ്ഥാനം എന്നുള്ളത് നീ പഠിച്ചിട്ടില്ലെങ്കിൽ അതാദ്യം നിന്നെ പഠിപ്പിച്ചവരോട് ചോദിച്ചു പഠിക്ക് കേട്ടോ. എന്നിട്ട് ഇവങ്ങനെ ചിന്തിക്കുക, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് വലിയ കുഴപ്പമില്ലാത്ത പെൺകുട്ടികളും ഭർത്താക്കന്മാരും നടന്നു വരുന്നുണ്ടെങ്കിൽ ഓല അവിടെ നിന്നോട്ടെ എന്ന് പറയാം. എന്നിട്ട് ഇവൻ പറയാണ്, ആ ഭർത്താവിന് തൊലാക്ക് ചൊല്ലി കൊടുക്കൽ നിർബന്ധമാണ്. ഇവന്റെയൊക്കെ ഇളി കേൾക്കാൻ നിൽക്കുന്ന ആളുകള് ഇങ്ങനത്തെ കളവ് കേട്ടാണ് സമൂഹം വലുതാകുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടാവുക? അള്ളാഹു റസൂലിനെ കുറിച്ച് ഇതിന്റെ ഗൗരവം എന്താണ്? അള്ളാഹു റസൂലിന് വേറൊരു പണിയില്ല, നല്ല ചൊറുക്കുള്ള പെൺകുട്ടികളുണ്ടോ നോക്കി നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുഴപ്പമില്ല എന്നാ അവിടെ നിന്നോട്ടെ. എന്നിട്ട് ഓൻ തൊലാക്ക് ചൊല്ലി കൊടുക്കുക, അള്ളാഹു റസൂലിന് കല്യാണം കഴിക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ റസൂലിന് വേറെ എന്തെങ്കിലും പണിയെടുക്കുക അവിടെ ഒഴിവുണ്ടാവോ? ഇങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുക, ഇതെല്ലാം ആളുകൾ പറയാ. ആരിഫ് ഹുസൈനും നൗഷാദൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഈ നാട്ടില് മുസ്ലിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? ഈ നാട്ടിലെ മുസ്ലിങ്ങളായി ജനിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിനെ വിശ്വസിക്കുക, എങ്ങനെയാണ് ഇസ്ലാമിൽ വിശ്വാസം തുടരുക? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കൽ കൂടി കേട്ടോളി, അതിന് ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേട്ടോളി. കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓളാണെന്നോട്ടെ. ഹബീബായ തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ. കോമാട്ടി ചാലിൽ അബ്ദുള്ള അല്ലേ അള്ളാഹുവിന്റെ റസൂൽ ഇവൻ പറയണേട്ടാലേ. എന്നിട്ട് ഇപ്പം കോമാട്ടി ചാലിൽ അബ്ദുള്ളാനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒക്കെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ താരതമ്യം പെടുത്തുണ്ടാവും വേണമെങ്കിൽ. കോമാട്ടി ചാലിൽ അബ്ദുള്ള കാണിക്കുന്ന തോന്നിയാസം എന്നിട്ട് അതും അള്ളാഹുവിന്റെ റസൂൽ കാട്ടുന്നുണ്ടാവും എന്ന് പറയാനൊന്നും ഇവർക്ക് ഒരു മടിയുണ്ടാവില്ല. ഈ നാണം കെട്ട വർഗത്തിന്, ഈ പടുകൂറ്റൻ ദജ്ജാലുകളാണ് ഇസ്ലാമിന്റെ ശത്രുക്കള്. ആരിഫ് ഹുസൈനൊന്നല്ല, ഈ ദജ്ജാലിനെ പോലുള്ള തലകെട്ട് കെട്ടിയ കുറച്ച് ദജ്ജാലുകളാണ് ഇസ്ലാമിന്റെ ആധുനിക ശത്രുക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട നേരം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് ഈ ഗൗരവമേറിയ കളവ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് നൗഷാദിന് തെളിയിക്കാൻ പറ്റുമോ? നൗഷാദ് അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ വ്യക്തി നൗഷാദ് പറയുന്ന എന്ത് പണിയെടുത്തോളാം?
അള്ളാഹ് റസൂലിനെ കുറിച്ച് ഇങ്ങനെ കളവുവൻ പറയുന്നുണ്ടെങ്കിൽ അവനത് തെളിയിക്കട്ടെ, ആണത്തുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, അത്ര തന്നെ പറയാനുള്ളൂ. ഇവനെ പോലുള്ള ദജ്ജാലുകളാണ് ഇസ്ലാമിന്റെ ആധുനിക ശത്രുക്കൾ എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നൗഷാദ് ഒന്നുകൂടി പറയട്ടെ. ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവാ. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാണെന്നോട്ടെ. ഹബീബ എന്ത് സിമ്പിളാ ലെവൻ ഇത് പറയാന്. അള്ളാഹ് റസൂൽ ഇങ്ങനെ റോഡ് കൂടി നടക്കുക, ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുന്നത് കാണുമ്പോൾ അവളെ ഇഷ്ടപ്പെട്ടു അള്ളാഹ് റസൂലിന്. അപ്പൊ റസൂൽ പറയാ ഓൾ അവിടെ നിന്നോട്ടെ. അപ്പൊ എന്ത് ചെയ്യാ? അള്ളാഹ് റസൂൽ അങ്ങനെ കേട്ടോളി, ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ കേട്ടോളി, നിർബന്ധമാണ്. ഹബീബായ റസൂൽ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ്. ഈ ദജ്ജാൽ പറയുന്ന ഈ കളവിന് വല്ല പരിധിയുണ്ടോ? ഈ ദജ്ജാൽ പറഞ്ഞ കളവിന് അള്ളാഹ് റസൂൽ പറഞ്ഞ മറുപടി എന്താന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോളി. ഈ ദജ്ജാലിന്റെ സ്ഥാനം എവിടെയെന്നുള്ളത് അള്ളാഹ് റസൂൽ പറഞ്ഞൊന്ന് കേട്ടോളി. ഹദീസിലൂടെ വ്യക്തമായിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുതരാം. അള്ളാഹ് റസൂൽ പറയാണ്, ആരെങ്കിലും എന്നെ കുറിച്ച് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹീഹായ ഹദീസാണ് കേട്ടോ, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അള്ളാഹ് റസൂൽ പറയാണ് കേട്ടോ, ആരെങ്കിലും എന്നെ കുറിച്ച് കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം, അവന്റെ പാർപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ, അവൻ ഒരുക്കിക്കൊള്ളട്ടെ എന്ന് അള്ളാഹ് റസൂൽ പറയാം. അപ്പൊ ഈ ദജ്ജാലിന്റെ സ്ഥാനം അവിടെ. പിന്നെ ഈ ദജ്ജാലാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്. എന്നിട്ട് ഇവരാണ് ഈ പറയുന്ന നിരീശ്വരവാദികൾക്ക് മുഴുവൻ ആവർത്തിച്ച് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവര് പല കാര്യത്തിലും ഇവരെ വിശ്വാസം അത് ഇസ്ലാമിന് യോജിക്കാത്തതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇതര സമസ്തക്കാരെല്ലാവരും ഇതുപോലെ മതത്തിനെതിരെ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഹദീസും ആയത്തുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട്, ഹദീസും ആയത്തും പഠിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞ വർത്താനാ. പിന്നെ എങ്ങനെയാണ് ഇവർ മുസ്ലിം ആവുക? പിന്നെ എങ്ങനെയാണ് ഇവരിൽ നിന്ന് ജനിക്കുന്ന പുതിയ തലമുറ എങ്ങനെയാണ് ഇസ്ലാമിനെ വിശ്വസിക്കുക, ഇസ്ലാമിൽ തുടരുക എന്നുള്ളത്? അതുകൊണ്ടാണല്ലോ പല ആളുകളും ഇവരൊക്കെ പറയുന്ന പ്രസംഗങ്ങളൊന്നും കേൾക്കാതെ, അതിനൊന്നും വില കൊടുക്കാതെ പല രീതിയിൽ പല കോലത്തിൽ നടക്കുന്നത്. എന്താണ് 10 വർഷം 8 വർഷം മദ്രസയിൽ പോയിട്ടും മതത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത കുട്ടികൾ വളരുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ പോലെയുള്ള ആളുകൾ പല രീതിയിലും മൗലൂദും കുത്താറാത്തീബും ഇങ്ങനെ പഠിപ്പിക്കുക. പല ഡാൻസുകളാണ് ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്നത്. ഡാൻസ് കളിക്കുക, പള്ളിക്ക് പോയിട്ട് ഡാൻസ് കളിക്കുക, എന്തെങ്കിലും ദിക്റിൽ ഡാൻസ് കളിക്കുക. ഈ ജാതി പരിപാടി എടുക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരെ കൂടെ ആളുകൾ നിൽക്കുക? ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.